സുകുമാരൻ നായർക്കെതിരെ ഗണേഷ് കുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ NSS ആസ്ഥാനത്തേക്ക് ജാഥ നടത്താൻ നായർ സംരക്ഷണ സമിതി. NSS പതാക ദിനമായ ഒക്ടോബർ 31-ന് മുന്നോടിയായാണ് ജാഥ. മന്നം സമാധി എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണമെന്നാണ് പ്രധാനപ്പെട്ട ആവശ്യം. സമാന്തര നീക്കത്തോട് മൗനം പാലിക്കാനാണ് NSS നേതൃത്വത്തിന്റെ തീരുമാനം. സുകുമാരൻ നായരെ വിമർശിച്ച അനൂപ് ചന്ദ്രനെ തള്ളിപ്പറഞ്ഞ് നടന്റെ സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും ഇന്ന് രംഗത്തെത്തി. എന്തായാലും NSSും ഗണേഷ് കുമാറും തമ്മിലുള്ള പോരൊരു സമാന്തര പോരായി രൂപപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ഇതിനിടയിലാണ് NSS ആസ്ഥാനത്തേക്ക് മാർച്ചൊക്കെ നടത്താൻ നായർ സംരക്ഷണ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. ഗണേഷ് കുമാർ ആയിരുന്നു കഴിഞ്ഞ 2 ദിവസം അതിശക്തമായി രംഗത്ത് വന്നത്. നടൻ അനൂപ് ചന്ദ്രനും അതിശക്തമായി രംഗത്ത് വന്നു. പക്ഷേ അനൂപിൻ്റെ വാദം പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലയിലാണ് അനൂപിൻ്റെ കുടുംബം ഇന്നെത്തി മാധ്യമങ്ങളോട്. NSS ആസ്ഥാനത്തെത്തിയാണ് ഈ ട്രാൻസ്ഫറിനെ തുടർന്ന് തങ്ങൾക്കതിൽ പങ്കില്ല, അനൂപുമായി കഴിഞ്ഞ 6 വർഷമായി യാതൊരു ബന്ധവുമില്ല, സംസാരിക്കാറ് പോലും ഇല്ല എന്നാണ് ഈ സഹോദരി രാജശ്രീ വ്യക്തമാക്കിയത്. അനൂപിൻ്റെ ചേട്ടൻ പറഞ്ഞത്, ഇന്നലെ ഈ ഫേസ്ബുക്ക് ഇട്ട ശേഷവും നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് അനൂപ് ചന്ദ്രൻ ചെയ്തത്. ഫലത്തിലൊരു ദ്രോഹമായി മാറുന്ന നടപടിയാണ് അനൂപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അനൂപ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്നു. ഞങ്ങളെ മാനസികമായി വേദനിപ്പിക്കാൻ ഈ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യം ട്രാൻസ്ഫർ ആയി എന്നറിഞ്ഞപ്പോൾ വീണ്ടും പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ മാനസികമായി തകർക്കാൻ വേണ്ടി അനൂപ് ചെയ്യുന്നതാണ്. നമ്മളെ ചതിക്കുഴിയിലേക്ക് തള്ളിവിടാൻ ചെയ്തതാണെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരിക്കലും സ്നേഹം കൊണ്ടല്ല, അത് നാട്ടിൽ ആരോട് വേണേ അന്വേഷിച്ചാൽ അറിയാം. എന്തായാലും മൗനത്തിലൂടെ ഇന്നും സുകുമാരൻ നായർ മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ഈ ഗണേഷ് കുമാർ പറയുന്നത്, ഗണേഷ് കുമാർ ഇപ്പോൾ തോറ്റു നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ എന്തും പറയും. ഗണേഷിന് പല താല്പര്യങ്ങളുമുണ്ട്. മാത്രമല്ല അവിടുത്തെ അഴിമതി പിടിച്ചതിനെ തുടർന്നാണ്, പത്മ കഫയുടെ അഴിമതി പിടിച്ചതിനെ തുടർന്നാണ് അത്തരം നടപടികൾ എടുത്തത്. അതിൽ ഗണേഷ് എന്തും പറയും. പക്ഷെ അതിനോടൊരു തിരിച്ചൊരു പ്രതികരണം ഉണ്ടാക്കി ഗണേഷിൻ്റെ അത്തരത്തിൽ വളർത്തണ്ട, അതൊരു നേരിട്ട് ഏറ്റുമുട്ടലാക്കണ്ട എന്നൊരു നീക്കമാണ് ഇപ്പോൾ സുകുമാരൻ നായർ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇന്നലെയും ഇന്നും അതുതന്നെയായിരുന്നു. ഒരു വശത്തുകൂടി ഈ NSS ആസ്ഥാനത്തേക്ക് മാർച്ചൊക്കെ നടത്താൻ അവർ തീരുമാനിക്കുമ്പോൾ അതിനോട് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട. നേരത്തെ ഡൽഹിയിലെ മന്നം സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തും സമാനമായ നിലപാടായിരുന്നു സുകുമാരൻ നായർ സ്വീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൗനം തുടരുക എന്ന നീക്കത്തിലേക്ക് സുകുമാരൻ നായർ മാറുകയാണ്. ഒരു പരിധിവരെ NSSനെ സംബന്ധിച്ച് അവർക്കെതിരെ വലിയ വാളോങ്ങി നിന്നിരുന്ന അനൂപ് ചന്ദ്രൻ്റെ കുടുംബം തന്നെ അനൂപിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളത് NSSനെ സംബന്ധിച്ച് ഈ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഒരു വിജയമായി മാറുന്ന സ്ഥിതിയിലേക്ക്, ആ ഒരു അനൂപമായിട്ടുള്ള കാര്യത്തിൽ ഒരല്പം മേൽക്കൈ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇനിയും ആരോപണങ്ങൾ ഉയർന്നു വരും. അതിനനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് NSS നേതൃത്വത്തിൻ്റെ തീരുമാനം. കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.